മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ വനിതാ ചരിത്രത്തിൽ ഫാത്തിമ തഹ്ലിക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഒന്ന് MLA ആയി ആദ്യ വനിതാ MLA ആയി ലീഗിൻ്റെ ഫാത്തിമ മാറുന്നു എന്ന് മാത്രമല്ല, ലീഗിൻ്റെ ഒരു ഹരിത എന്ന ഒരു വനിത വിദ്യാർത്ഥിനികളുടെ മൂവ്മെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ഫാത്തിമ MSFൻ്റെ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് ഒരു വനിത കടന്നു വന്നു. അത്തരത്തിൽ കുറേ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഭാഗ്യമുണ്ട്. ഞാനൊരു ഭാഗ്യവതിയാണെന്ന് തന്നെയാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. അതിനൊപ്പം ആ ഭാഗ്യത്തിനോടൊപ്പം കഠിനാധ്വാനം ചെയ്യാനും ഞാൻ എപ്പോഴും വില്ലിങ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ രണ്ട് മിക്സിംഗ് ആണ് എൻ്റെ ജീവിതത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയ്ക്ക് പോകുമ്പോൾ അതൊരു ടാസ്ക്കായി തോന്നിയിരുന്നില്ലേ? ടാസ്ക്കായിട്ട് തോന്നിയിട്ടില്ല. അത് വളരെ ഭംഗിയായിട്ട് പാർട്ടി ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ പാർട്ടിക്ക് തന്നെ ഉള്ളിൽ ചില തീരുമാനങ്ങളും കാഴ്ചപ്പാടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം വർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അതൊരു എനിക്ക് കടക്കാൻ പറ്റാത്ത കടമ്പയായിട്ട് തോന്നിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പലതരത്തിലുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു. അതിലൊരു അജണ്ട അരുൺ സാറിൻ്റെ എല്ലാവിധ ആശംസകളുമുണ്ട്. താങ്ക് യു അരുൺ സർ. കാണാം നമുക്ക്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പേരാമ്പ്ര ഒരു അജണ്ട സൃഷ്ടിച്ച ഒരു സ്ഥലമായിരുന്നു. അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയോ? ആ തരത്തിലൊരു മതധ്രുവീകരണമൊക്കെ അവിടെ ഫാത്തിമയുടെ നേതൃത്വത്തിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന തരത്തിലൊക്കെ വന്നപ്പോൾ ആ വിഷയം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വിഷയം വളരെ ഗൗരവമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. പരമാവധി വോട്ടർമാരെ കാണാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ എന്താണ് എന്നൊരാളോട് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ആ തോന്നൽ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ ഞാൻ ശ്രമിച്ചു. അതിൽ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുണ്ടായിരുന്നു. അവർ എനിക്ക് നൽകിയ സ്നേഹമാണ് ഈ വോട്ടുകൾ. കുന്നമംഗലത്താണ് സ്വന്തം വീട്. ഭർത്താവിൻ്റെ വീട് ടൗണിലാണ്. മണ്ഡലം ടൗണൊക്കെ വിട്ട് കുറച്ച് അപ്പുറമുള്ള പേരാമ്പ്രയാണ്. ഇനി അങ്ങോട്ട് പാക്കപ്പ് ചെയ്യണോ? പാക്കപ്പ് ആയി. ഓൾറെഡി ആയി. അരുൺ, ഫാത്തിമയുടെ ഉപ്പ അബ്ദുറഹ്മാനും ഉമ്മ സുബൈദയും ഉണ്ട്. താങ്കൾ രാഷ്ട്രീയത്തിൽ ഫാത്തിമയേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നു കുന്നമംഗലം പഞ്ചായത്ത് അംഗമൊക്കെ ആയിരുന്നു. അതെ. നേരത്തെ കഴിഞ്ഞ ടൈമിൽ പെരുവേൽ ഗ്രാമപഞ്ചായത്ത്, കുന്നമംഗലമല്ല, പെരുവേൽ ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇടപെടുന്ന നേരത്തെ ചെറുപ്പം മുതലേ നമ്മുടെ വാപ്പമാരായിട്ടുള്ള കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഉപ്പയുടെ അഡ്വൈസാണോ ഫാത്തിമ ഇങ്ങനെ വളർന്നു പോയത്? അല്ല, അവരെ മനസ്സിൽ നേരത്തെ ഒരു താല്പര്യം, പൊതുപ്രവർത്തന രംഗത്ത് സാമൂഹ്യ രംഗത്ത് ഇടപെടാൻ ഉള്ള അവരുടെ ചെറുപ്പം മുതലേ ഉള്ള താല്പര്യം, അവർക്ക് മറ്റവസരങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് രക്ഷിതാക്കൾ എന്നുള്ളതൊക്കെ മറ്റു മേഖലകളിലേക്ക് കടന്നു പോകണമെന്നും ഒരു MBBS മറ്റോ എടുക്കണമെന്നൊക്കെ രക്ഷിതാക്കൾ ആഗ്രഹിക്കും. പക്ഷേ അപ്പോഴത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ മേഖല അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ അത് വഴിമാറിയ ആളാണ് ഫാത്തിമ. ആ സമയത്ത് തന്നെ പലപ്പോഴും അവർ എൻ്റെ സാമൂഹ്യ രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ആ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MLA എന്താ ഉമ്മയ്ക്ക് പറയാനുള്ളത്? മുന്നോട്ട് എല്ലാവരോടും നല്ല കൊണ്ടുപോയി സന്തോഷത്തോടെ ജീവിക്കുക. അത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, പരമ്പരാഗത മുസ്ലിം ഫാമിലിയൊക്കെയാണ്. മോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ടും കുറേ രാവും പകലും ഇല്ലാതൊക്കെ ഓടേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല, എന്നോടൊന്നും ആരും പറഞ്ഞില്ല. പറഞ്ഞാൽ ഓടിക്കുമല്ലേ? പറഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റൂല. അത്ര ബോൾഡാണ്. അതെ. അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ത്യാഗം ചെയ്ത ആൾക്കാരാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെയുള്ള ഫാമിലി. അപ്പോൾ അവരൊരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൊതുരംഗത്ത് നിൽക്കുക എന്നുള്ളതുണ്ട്. പക്ഷേ എന്നേക്കാൾ അപ്പുറത്തേക്ക് ഉത്തരങ്ങൾ പറയേണ്ടി വരുന്നത് പലപ്പോഴും ഇവർക്കാണ്. അപ്പോൾ അതെന്തായാലും അവർ വലിയ ത്യാഗം ചെയ്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സഭയിൽ നിങ്ങൾ കുറേ ടീമുണ്ട്. അതെ, ഞങ്ങൾ ഒത്തിരി നല്ല യങ് ടീമുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ ആളുകളൊക്കെ പ്രതീക്ഷയ്ക്കൊത്തു വരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. അരുൺ, ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ഉണ്ട്. 8 മണിക്കായിരുന്നു, പിടിച്ചു നിർത്തിയതാണ്. ഇവരുടെ കൂടെ ഫാത്തിമയുടെ ഭർത്താവ് ഷഹസാദ് കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് റെഡി ആവണമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയതാണ്. അതുകൊണ്ട് 8 മണിക്ക് പാർലമെൻ്ററി പാർട്ടി യോഗമായിരുന്നു. ഇപ്പോൾ 8:15 പിടിച്ചു നിർത്തിയതാണ്. അതുകൊണ്ട് നമുക്ക് ഫാത്തിമയെ പറഞ്ഞു വിടാം.